കുടിയേറ്റക്കാരാണ് ന്യൂയോർക്ക് സിറ്റി നിർമ്മിച്ചതെന്ന് മേയർ ഇലക്ട് സൊഹ്റാൻ മാംദാനി പറയുകയുണ്ടായി. അതിൽ കാര്യമില്ലാതില്ല. കാരണം യൂറോപ്പിൽ നിന്നും മറ്റും വന്ന കുടിയേറ്റക്കാർ ന്യൂയോർക്കിലാണ് തമ്പടിച്ചത്. ന്യൂയോർക്കിൻ്റെ മുക്കും മൂലയും പണിതുയർത്തിയത് അവരാണ് ഈ കുടിയേറ്റക്കാർ. പക്ഷേ ആ കുടിയേറ്റക്കാരെല്ലാവരും വെള്ളക്കാരായിരുന്നു എന്നുള്ള ഒരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർ അവരാണ്, അവരുടെ വിയർപ്പിലൂടെയാണ് ഈ സബ്വേ ട്രെയിനുകളും ആ സബ്വേ സ്റ്റേഷനുകളും സബ്വേ പാളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഭൂമിക്കടിയിലൂടെയുള്ള റെയിൽവേ. നേരെ മറിച്ച് ഈ കാലിഫോർണിയയിൽ നിന്നും മറ്റുള്ള ഈ ദീർഘദൂര റെയിൽപാളങ്ങൾ അത് നിർമ്മിക്കുന്നതിൽ ചൈനക്കാരാണ് വലിയ പങ്ക് വഹിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആ സമയത്തൊന്നും ഇന്ത്യക്കാർ ഇവിടെ ഇല്ല. പിന്നെ ഈ ചൈനക്കാരും ഇന്ത്യക്കാരും വലിയ തോതിൽ വരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏഷ്യക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന നിയമം ഉണ്ടായിരുന്നു. അവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിന് മാറ്റം വരുന്നത് 64-ലോ 65-ലോ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ഒപ്പിടുന്ന ഒരു നിയമത്തിലൂടെയാണ്. ആ നിയമത്തിന് ശേഷം ആ നിയമം ഒപ്പിടുമ്പം പ്രസിഡന്റ് പറഞ്ഞു, ഇത് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത കുറച്ച് പേരെ മാത്രം ബാധിക്കുന്ന ഒരു നിയമമാണെന്നും പറഞ്ഞാണ് ഒപ്പിട്ടത്. പക്ഷേ അതിനുശേഷമാണ് ഇന്ത്യക്കാരടക്കം ലോകമെങ്ങു നിന്നുമുള്ള ആളുകൾ ഇമിഗ്രൻസായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അമേരിക്ക മൊത്തത്തിൽ മാറിപ്പോയത്. ആ പഴയ രീതിയിൽ നിന്ന്, പഴയ വെള്ളക്കാരുടെ ഒരു രാജ്യം, വെള്ളക്കാരും കുറച്ച് കറുത്ത വർഗ്ഗക്കാരും എന്നുള്ള ആ നിലയിൽ നിന്ന് മാറിപ്പോയത്. അപ്പം ഇമിഗ്രൻസ് ഇപ്പം വന്നിട്ട് ഇമിഗ്രൻസ് നമ്മുടേതാണ് ഈ രാജ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവകാശപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. വെള്ളക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം തീർച്ചയായിട്ടും അവരാണ് ഭൂരിപക്ഷ ജനത. അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ ആർക്കാണോ മജോറിറ്റി ഉള്ളത് അവരുടെയിലാണ് ശക്തി, അവരാണ് പിന്നെ അധികാരം കൈയാളുന്നത് എല്ലായിടത്തും, ഇന്ത്യയിലാണെങ്കിലും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് അവരെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഇതിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ വെള്ളക്കാരിവിടെ വന്നിട്ട് ഭയങ്കര ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ നേറ്റീവ് പിന്നെ റെഡ് ഇന്ത്യൻസ് നമ്മൾ പറയുന്ന ആ നേറ്റീവ് അമേരിക്കൻസ്, അവരോടെല്ലാം അതിക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ടാണ് ഈ രാജ്യം പിടിച്ചെടുത്തത്. അതിൽ കുറച്ച് സത്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അതിലേറ്റവും ക്രൂരമായൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഈ സ്മോൾ പോക്സ് വസൂരിയുടെ പിന്നെ അണുക്കളുള്ള പുതപ്പുകൾ ഈ നേറ്റീവ് അമേരിക്കൻസിന് കൊടുത്തു. അപ്പോൾ ആ പുതപ്പ് ധരിച്ചാൽ നമുക്കറിയാമല്ലോ, വസൂരിയുടെ അണുക്കൾ ശരീരത്തിൽ കയറി അവരെല്ലാം ചത്തൊടുങ്ങി. ആ കഥ സത്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ക്രൂരമായ ആക്രമണങ്ങളിലൂടെയൊക്കെയാണ് ഈ രാജ്യം പടുത്തുയർത്തുന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ചില സുഹൃത്തുക്കൾ പിന്നെ അമേരിക്കയെ കുറ്റപ്പെടുത്താനും അമേരിക്ക കൊച്ചാക്കി കാണിക്കാനും ഒക്കെ മുമ്പ് പറയുമായിരുന്നു. കൂടുതലും ആ ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു മുൻകാലങ്ങളിൽ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്, ഈ അമേരിക്ക ഇവരങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്താണ് അമേരിക്ക ഈ നിലയിലാക്കിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ മംഗോളിയയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാനോ ഞാൻ തയ്യാറല്ല. അമേരിക്കയിലേക്ക് വരാനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ രാജ്യം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അവർ ചെയ്ത പാപത്തിൽ ഒരു പങ്ക് ഞാനും ഏറ്റെടുക്കുന്നു. കാരണം എനിക്കൂടി അതിന് അർഹതയുണ്ട്. ആ പാവം അവരുടെ ഗുണങ്ങൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ ദോഷത്തിൽ ഒരു പങ്ക് എനിക്ക് അവകാശപ്പെട്ടതാണ്. അതിപ്പം അപ്പനും അമ്മയും സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ അവകാശം മക്കൾക്ക് കിട്ടും. അപ്പോൾ അപ്പനും അമ്മയും പാപം ചെയ്താലും അല്ലെങ്കിൽ വലിയ ഹീനകൃത്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഒരു ഭാഗം മക്കൾക്ക് കിട്ടേണ്ടതാണ്. പലപ്പോഴും കിട്ടാറുമുണ്ട്. നമുക്കറിയാം, ഒന്നും ഉണ്ടാക്കി വെക്കാൻ കഴിയാത്ത അപ്പനും അമ്മയ്ക്കും ആ മക്കൾക്ക് ഒന്നും കൊടുക്കാൻ ദയനീയ അവസ്ഥയിലേക്ക് വിട്ടു പോകുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോകത്തിൽ കാണാറുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം ഇവിടെ മാംദാനിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം മാംദാനി 2018 പൗരത്വം അമേരിക്കൻ പൗരനാകുന്നത്. അതിനു മുമ്പ് അമേരിക്കക്കാരനല്ല, ഉഗാണ്ടക്കാരനായിരുന്നു. കാരണം ജനിച്ചത് അവിടെയാണ്. കാര്യം ഇന്ത്യൻ വംശജനാണെങ്കിലും. അപ്പോൾ ഈ 7 വർഷത്തിനിടയിൽ അദ്ദേഹം 4 വർഷമായിട്ട് അസംബ്ലി മെമ്പറാണ്. ഇപ്പം ന്യൂയോർക്ക് മേയറായിരിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിലൊന്ന്. വേറെ ഏത് രാജ്യത്ത് ഇത് നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇത്രയും ചെറിയ കാലം കൊണ്ട് ഇത്രയും വലിയ സ്ഥാനങ്ങളിലെത്താൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ അത് അമേരിക്കയുടെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്. അതും ഈ ഇസ്രായേലിനേക്കാൾ കൂടുതൽ യഹൂദർ ന്യൂയോർക്ക് സിറ്റിയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരിലേതാണ്ട് 33% പേര് മാംദാനിക്ക് വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ ക്രൈസ്തവരൊക്കെ ഇന്ത്യൻ ക്രൈസ്തവരൊക്കെ വളരെ കുറവാണ്. ഹിന്ദുക്കളുടെ എണ്ണവും കുറവാണ്, നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. അത് അപ്പം ഇവിടെയുള്ള ആളുകൾ ക്രൈസ്തവരും യഹൂദരും ഒക്കെ മാംദാനിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് യുവജനത. അതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ്, ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് ജനങ്ങളുടെ കണ്ടത്. അപ്പോൾ അത് മാംദാനിയുടെ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ ഒന്നും
ജനം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ യഹൂദ വംശജരൊന്നും ഇങ്ങനെ ഉയർന്നു വരാൻ, പിന്നെ മാംദാനി ഉയർന്നു വരാനായിട്ട് സമ്മതിക്കില്ലായിരുന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ പലസ്തീൻ അനുകൂലമായിട്ടും ഇസ്രായേലിനെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്ന ചില കോൺഗ്രസ് സംഘങ്ങൾ ഇവിടെ ന്യൂയോർക്കിൽ തന്നെ ഉണ്ടായിരുന്നു, വെസ്റ്റ്മിൻസ്റ്ററിൽ. ആ കോൺഗ്രസ് സംഘത്തെയൊക്കെ അവർ പിന്നെ പിന്നെ പണമിറക്കി തന്നെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്, പ്രൈമറി തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഇൽഹാൻ ഉമറിനെ തോൽപ്പിക്കാനായിട്ട് അവർ പിന്നെ ആവത് ശ്രമിച്ചെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നടക്കും. അപ്പോൾ ഇങ്ങനെ ഇവർ പിന്നെ ശക്തമായി പിന്നിൽ നിൽക്കും, പിന്നാലെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം മാംദാനി പറയുന്ന അദ്ദേഹം ആൻറ്റി അല്ല. ഇപ്പോൾ ഇസ്ലാമോഫോബിയ പോലെ തന്നെയാണ് ഈ ആൻറ്റിസെമിറ്റിസം, യഹൂദ വിരോധം. അത് പിന്നെ യഹൂദ വിരോധിയല്ല, എല്ലാ യഹൂദരെയും സംരക്ഷിക്കും, എല്ലാവർക്കും വേണ്ടി വാദിക്കുമെന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. കാരണം മതം നോക്കിയോ ഒന്നുമല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ജാതിയുടെയോ അല്ലെ അങ്ങനെയുള്ള ഒരു നിലപാടുകളിലൂടെയല്ല ആ ജനത അദ്ദേഹത്തെ കണ്ടതും. അപ്പോൾ അത് അനുസരിച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം, ഇദ്ദേഹം മുസ്ലിമാണെന്ന് പറഞ്ഞാലും ഷിയ മുസ്ലിമാണ്. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ അങ്ങനെ ഷിയാക്കൾ അധികം ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം നമുക്കറിയാം, ക്രിസ്തു മതത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പെന്തക്കോസ്തുകാരാണെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് അടി കിട്ടുമ്പം, ഈ ഉത്തരേന്ത്യയിലൊക്കെ കിട്ടുമ്പം നമ്മൾ കത്തോലിക്കരും മറ്റ് ഓർത്തഡോക്സുകാരും ഒക്കെ പറയാം, അവർക്ക് 2 കിട്ടേണ്ടതാണ്, അവരത് അർഹിക്കുന്നതാണ്, ആ രീതിയിലാണ് പറയുക. നേരെ മറിച്ച് ഈ പെന്തക്കോസ്തുകാർ കത്തോലിക്കരെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? അവർ ക്രിസ്ത്യാനികളൊന്നുമല്ല, അവർ എന്തോ പ്രാകൃത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം ഇങ്ങനെ ആ മത്സരവും ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് പരസ്പരം ഉള്ളത്. അപ്പോൾ ഷിയാകളും സുന്നികളും തമ്മിലും വലിയ ലോഹ്യമൊന്നുമില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം. ഇനി അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ഞാനൊട്ട് ആളുമല്ലതാനും. എങ്ങനെയായിരുന്നാലും ഇപ്പം മാംദാനി അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ടീം, പുതിയ ആളുകളെ, പുതിയ അടുത്ത ഭരണത്തിൻ്റെ അതിനുള്ള തുടക്കമൊക്കെ കുറിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള 1-2 ആളുകൾ, ഒന്ന് ഈ മുൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മറ്റോ പുറത്തായ, അവരെ എന്തോ ആരോപണങ്ങളൊക്കെ മൂലം പുറത്തായ ഒരു മരിയ ടോറസ് എന്നെന്തോ പറഞ്ഞ് അവരെ നിയമിച്ചിരിക്കുന്ന ആ ട്രാൻസിഷൻ ടീമിൽ. അതുപോലെ തന്നെ ഈ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബോഡിയാണ് അത്, വാഷിങ്ടൺ DC-യിൽ. അപ്പോൾ അതിൻ്റെ മേധാവിയായിരുന്ന ലീന ഖാൻ എന്ന യുവതിയെ നിയമിച്ചിരിക്കുന്നത്. അവരാണ്ട് 33 വയസ്സിൽ ഈ FTCയുടെ ചെയർമാനായിട്ട് വന്നു. അത് അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ, അതായത് ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം നിയന്ത്രിക്കുകയും അവർക്ക് അവരുടെ മെർജറുകളും അവർ ഒന്നാകുന്നതും അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടയിടാനും അത് നിയന്ത്രിക്കാനും അതിനെ വഴിമാറ്റി നടത്താനും ഒക്കെ ഇപ്പം ഗൂഗിൾ തന്നെ പലതാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, വിഭജിക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തത് ഈ FTC ആണ്. പക്ഷേ അത് ഒരു ഇന്ത്യക്കാരനായ ജഡ്ജി അമിത് ഷാ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ പലതാക്കാനായിട്ട് പറഞ്ഞില്ല, അത് എന്തോ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്ര പവർഫുൾ ബോഡിയാണ്. അതിൻ്റെ മേധാവിയായിട്ട് 33 വയസ്സിൽ അവർ പാകിസ്ഥാൻകാരിയോ മറ്റോ ആണ്. അപ്പം ഈ ട്രംപ് വന്ന അവർക്കെതിരെ ഈ ഇവിടുത്തെ വൻകിട ബിസിനസ്സുകാരെല്ലാം ശക്തമായിട്ട് അവർക്കെതിരെ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് വന്ന പാടെ ഇവരെ പുറത്താക്കിയല്ല, ഇവർ രാജിവെച്ചു. നാച്ചുറലി പുതിയ ഭരണകൂടം വരുമ്പം. അപ്പോൾ അതിന് ആ സ്ഥാനത്ത് ഈ റിപ്പബ്ലിക്കനും അതുപോലെ തന്നെ ആ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ആ ലീന ഖാൻ അപ്പം ഈ ഇവിടുത്തെ വ്യവസായങ്ങളെയൊക്കെ തടയിടുന്ന, അപ്പോൾ അതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ ഇത്രയും അത്രയും സമർത്ഥയായ ഒരു വ്യക്തി 33 വയസ്സിൽ അത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയാകണമെങ്കിൽ അവർ അത്രയോ പ്രഗത്ഭയായിട്ടുള്ള വ്യക്തിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇവിടുത്തെ വ്യവസായങ്ങളെയൊക്കെ തടയിടുന്നതിന് പകരം ഇവർ തന്നെ ഒരു വ്യവസായം കൊണ്ടുണ്ടാക്കിയാൽ എന്താ? ഇവർക്കൊരു ഗൂഗിളോ അല്ലെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഒരു ഊബറോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതല്ലാതെ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതിന് തടയിടുക, അതാണോ ഈ FTCയുടെ ഒക്കെ ചുമതല? അത് രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ദ്രോഹകരമാകുന്ന കാര്യമാണെങ്കിൽ അത് മാത്രം തടയുക. അല്ലാതെ ഇവിടെ ബിസിനസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരുന്നത് ഇല്ലാതാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ മലയാളി തന്നെ കൊടുത്തതാണ് ജോർജ് എബ്രാഹിമിൻ്റെ ലേഖനം. അതായത് ഈ രാജ്യം വളർന്ന് ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ക്യാപിറ്റലിസവും ആളുകളുടെ സ്വതന്ത്രമായിട്ടുള്ള ആ ബിസിനസ് സംരംഭങ്ങൾ വളർത്തുന്ന ആ ഒരു എക്കോസിസ്റ്റം. അപ്പോൾ അതിനെ എതിർക്കുന്ന രീതിയിൽ ഇവിടെ സോഷ്യലിസമൊക്കെ കൊണ്ടുവന്നാലത്തെ സ്ഥിതി എന്താവും? ഇവിടെ സോഷ്യലിസം ഒന്നും വേണ്ട, ഏതായാലും വേണ്ട. നമ്മളൊക്കെ അത് നമുക്ക് കേരളത്തിലൊക്കെ മതി. ഇവിടെ നമുക്ക് വേണ്ട വെൽഫെയർ. ഇപ്പോൾ ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിലെ പാവങ്ങൾക്ക് ഗ്രോസറി വില കുറച്ച് ഗ്രോസറി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുകയോ ചെയ്താൽ അത് സോഷ്യലിസമല്ല, അതൊരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമ
കാര്യമാണത് ചെയ്യുന്നത്. അത് മാംദാനി പിന്നെ പറഞ്ഞതും ചെയ്യുന്നതും അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് വേണ്ടത്. അതായത് ഒരു വിഭാഗം പേര് ഇത്രയും വലിയൊരു നിലയിലേക്ക് മാറുമ്പോൾ, ഇത്രയും വലിയ പണക്കാരായി മാറുമ്പോൾ ആ ക്രംസെങ്കിലും നമുക്ക് കിട്ടേണ്ടതുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ആ ഒരു ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്, മുകളിൽ നിന്ന് താഴേക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നൊരു സംവിധാനം. കാരണം പണക്കാർ മാത്രം ജീവിച്ചാൽ പോരല്ലോ, എല്ലാവർക്കും പണക്കാരാകാൻ പറ്റുകയുമില്ല. അത് നമുക്കറിയാം. ഇപ്പോൾ എലോൺ മസ്ക് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നു, ഇവിടെ വന്നിട്ട് പിന്നെ സ്റ്റുഡൻറ്റ് ലോണൊക്കെ എടുത്താണ് പഠിച്ചത്. വളരെ ദയനീയമായിട്ട് ആ വ്യക്തിയാണ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പം അദ്ദേഹത്തിന് എത്ര 1 ട്രില്യൺ പിന്നെ കമ്പനി, ടെസ്ല കമ്പനി 1 ട്രില്യൺ അദ്ദേഹത്തിന് പേ ഔട്ട് കൊടുക്കണം. അദ്ദേഹത്തിന് 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പണമാണ്. അപ്പോൾ ആ അത്രയും സ്റ്റോക്കും അത്രയും ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ടെസ്ല വിട്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പിന്നെ ടെസ്ലയുടെ ആളുകൾ പിന്നെ പേടിച്ചു പോയി. ബോർഡ് അദ്ദേഹം ചോദിച്ചതൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോകത്തിൽ ഇന്നേ വരെ ലോകത്തിൽ ആ അത്രയും പണം, അത്രയും ആധിപത്യം, സാമ്പത്തിക ആധിപത്യം ഒരാൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ്. ഈ രാജ്യത്ത് അപ്പം ഈ രാജ്യം ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ വേറൊരു രാജ്യത്തായിരുന്നു ഇത് ഈ നേട്ടം ഉണ്ടാവുകയുമില്ലായിരുന്നു. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ വന്ന് വലിയ ആളുകളാകുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിലായിരുന്നെങ്കിലോ ഒരു ചെറുകിട എന്തെങ്കിലും ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാമായിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ കമലാ ഹാരിസ് അമേരിക്കയിൽ വന്നുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വരെ ആയത്. നേരെ വെച്ച് ഇന്ത്യയിലായിരുന്നെങ്കിൽ അവർ മിക്കവാറും നേഴ്സിംഗ് പഠിച്ച് അമേരിക്കയ്ക്ക് വരാനായിട്ടുള്ള ശ്രമമായിരിക്കും. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. അതിനുള്ള സാധ്യതയായിരുന്നു കാണുന്നത്. അപ്പോൾ ആ ഓരോ സ്ഥലത്തും ഓരോ എക്കോസിസ്റ്റം ഒരിടത്ത് വന്നാൽ, പക്ഷെ അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ തഴയണം, ഇവിടുത്തെ ആളുകൾ ഈ വഴി കിടക്കുന്ന ഒരു അവസ്ഥ വരണമെന്ന് പറഞ്ഞാൽ അത് എത്രയോ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം, ഇവിടെ അതിന് മാത്രമുള്ള എല്ലാം ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് അത് ഈ ഇവിടുത്തെ പിന്നെ ആളുകൾക്ക് കൂടി അത് ഉപകരിക്കത്തക്ക രീതിയിൽ അത് അത് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ കാലിഫോർണിയയിൽ 7 ലക്ഷം പേരാണ് വഴി കിടക്കുന്നതാണ് പറയുന്നത്. അവിടെ കാലിഫോർണിയ ഗവർണർ കടുത്ത ഡെമോക്രാറ്റാണ് വർഷങ്ങളായിട്ട്. വർഷങ്ങളായിട്ട് അവിടെ അദ്ദേഹം ഭരിക്കുന്നു. ഇനി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഭരണകൂടം കൊണ്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? അപ്പോൾ മാംദാനി പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ആ പണക്കാർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർ പട്ടിണിപ്പാവങ്ങളായി മാറണമെന്നുള്ളൊരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. എല്ലാവരും പണക്കാരായിക്കൊള്ളണം എന്ന് അവകാശപ്പെടാനും ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ മാംദാനിയുടെ ഈ കാര്യം, ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ, അതിൽ 2 പരാമർശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ലോക മുസ്ലിങ്ങൾ അർമാദിക്കുന്നു മാംദാനിയുടെ വിജയം. ലോക മുസ്ലിങ്ങളല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ക്രിസ്ത്യാനികളും സംഘപരിവാർ ഗ്രൂപ്പുകളും അവർ ദുഃഖിക്കുന്നു. ഈ മുസ്ലിങ്ങൾ അധിനിവേശം, കേരളത്തിലൊരു അധിനിവേശമുണ്ട്. ഇങ്ങനെ 1-2 പരാമർശങ്ങൾ അതിൻ്റെ പേരിലായിരിക്കണം ആ വീഡിയോ ഒരുപാട് പേര് കാണുകയുണ്ടായി, ഒരുപാട് പേര് കമൻറ്റും ചെയ്യുകയുണ്ടായി. എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഒരു 100 പേര് കാണുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എഴുതാനുള്ളതിനേക്കാൾ എഴുതുക എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നേരെ മറിച്ച് ഇത് പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ. അപ്പോൾ ഒരു 140 പേര് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം ഇതിൽ നമുക്ക് വലിയ സാമ്പത്തിക ലാഭങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ 1-2 പരാമർശം കൊണ്ട് ആയിരിക്കണം ഒരുപാട് മുസ്ലിങ്ങൾ വന്ന് ചീത്ത അതിൻ്റെ അടിയിൽ എഴുതുകയുണ്ടായി. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, അങ്ങനെ ഒരു മുസ്ലിം വിരോധമൊന്നും എനിക്കില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നല്ല ഒന്നാന്തരം മുസ്ലിങ്ങൾ എന്നല്ല, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആളുകൾ പലരും മുസ്ലിങ്ങളാണ്. അത് അതിശയമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ അടുത്തിടയ്ക്കായിട്ട് കേരളത്തിലുണ്ടാകുന്ന ആ കൈവെട്ട് കേസ് മുതൽ കേരളത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥതയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഇന്നലെ വരെ ജീവിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങോട്ട് ജീവിച്ചാൽ മതി, പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല. എന്ന് മാത്രമല്ല, പിന്നീട് ക്രൈസ്തവരെ ആക്ഷേപിക്കുന്ന ഈ എം അക്ബർ മുതലുള്ളവരുടെ വീഡിയോകൾ, അത് വാസ്തവം പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരുടെ ഓരോ കാര്യങ്ങളെയും ഈ ചകഞ്ഞു നോക്കി കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന രീതിയിൽ നമ്മൾ കാണുകയുണ്ടായി. അതിനെതിരെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ, അനിൽ കൊടിത്തോട്ടം, അനിൽകുമാർ അയ്യപ്പൻ, ഇങ്ങനെയുള്ളവർ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. ഈ ഖുറാനൊക്കെ എടുത്ത് വലിച്ചു കീറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങൾ, പരസ്പരം ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സൗഹൃദം നിലനിർത്തണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പം പുതിയതായിട്ട് ഞാൻ കണ്ട ഒരു ഇതാണ്, ഈ ബൈബിളിൽ മുഹമ്മദ് നബിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില പുതിയ വീഡിയോകൾ.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അലോസരപ്പെടുത്താനുമുള്ള വീഡിയോകളും പരാമർശങ്ങളും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഭിന്നത രൂക്ഷമാകും, ശക്തിപ്പെടും. അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. എന്താ അവരും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്, കൊച്ചുങ്ങളെ കൊണ്ട് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അമേരിക്കയിലാണെങ്കിലും നമ്മളെല്ലാം ഇത് കാണുകയും നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ജാമിദ ടീച്ചറിനെയും കേൾക്കാറുണ്ട്, ആരിഫ് ഹുസൈനെയും കേൾക്കാറുണ്ട്, അനിൽ മുഹമ്മദിനെയും കേൾക്കാറുണ്ട്. ഇതെല്ലാം നമ്മളും അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെപ്പറ്റിയൊക്കെ ചില പരാമർശങ്ങൾ നടത്തുന്നത്. എന്നല്ലാതെ അതിൽ കൂടിയ താല്പര്യങ്ങളോ ഒന്നും നമുക്കില്ല എന്നുള്ളതാണ് ഇതിലെ സത്യമായിട്ടുള്ളൊരു കാര്യം.